ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വൺ ഡേ ടൂറിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് സാറ്റർഡേ അതിരാവിലെയാണ്. ടൈം ഞാൻ എഴുന്നേറ്റിരിക്കുന്നത് ഒരു 5:30 ടൈമാണ്. അപ്പോൾ നമുക്കൊരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി തന്നെ പാക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ഒരു ദിവസത്തെ ട്രിപ്പാണ്, അതുകൊണ്ട് വലുതായിട്ടൊന്നും പാക്ക് ചെയ്തില്ല. എൻ്റെ മോളുടെ ഒരു ചെറിയൊരു ബാഗ്, അവളുടെ ബാഗാണിത്. അപ്പോൾ അതിലോട്ട് എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ്. അപ്പോൾ മോള് നല്ല ഉറങ്ങുകയാണ്. സൺസ്ക്രീൻ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ഇടാനുള്ളൊരു മൂഡിലുമല്ല. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ, രൺതംബോറിലേക്കാണ് പോകുന്നത്. രാജസ്ഥാനിലെ രൺതംബോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് മുന്നേ ഇങ്ങനെ ഒരുപാട് ട്രിപ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയിട്ട്. അപ്പോൾ എന്തായാലും സാറ്റർഡേ പോയിട്ട് സൺഡേ ഞങ്ങൾ തിരിച്ച് വരും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രം. കാരണം വണ്ടിയിൽ ഫുൾ ടൈം വണ്ടിയിൽ ഇരിക്കേണ്ടതാണ്, വെളിയിലൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഉള്ളതാണ്, എൻ്റെ നെയിലെല്ലാം നമുക്ക് പൊട്ടിപ്പോയി. അപ്പോൾ എപ്പോഴും കഷ്ടപ്പെട്ട് നെയിലൊക്കെ വളർത്തും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വെളിയിൽ ഇറങ്ങേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് നെയിൽ പൊട്ടിപ്പോവും. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നെയിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ ആവാറുണ്ടോ? അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നോട്ട് ബാഡ്. എൻ്റെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാനൊരു ഐലൈനർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇടാനുള്ള മൂഡല്ല, അതിരാവിലെയാണ്. ഇനി എനിക്ക് എൻ്റെ മോളെ എഴുന്നേൽപ്പിക്കണം. അത്യാവശ്യം എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ മോളെ വിളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എളുപ്പം തന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പം ഒരു അമ്പലത്തിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടൈം അമ്പലമൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിനൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിനി വെയിറ്റ് ചെയ്യാണ്, കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അയറുവിനെ വിളിച്ചിട്ട് ഞാനിനി റെഡിയാവാൻ പോവുകയാണ്. വണ്ടിയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ജീൻസ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു പൈജാമയും നോർമൽ ഒരു ഷൂ മാത്രമാണ്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് ഡൽഹിയിലെ എക്സ്പ്രസ് വേ ആണ്, ഡൽഹി മുംബൈ പുതിയ എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം മോൾ അത്ര നല്ല മൂഡിലായിരുന്നില്ല. പിന്നെ ഇത് പുതിയ എക്സ്പ്രസ് വേ ആയതുകൊണ്ട് അധികം റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു മിഡ് വേയിലെത്തിയപ്പോൾ പിന്നെ നമ്മൾ ലഞ്ചിന് കൂടി നിർത്തി, കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കാൻ അവർ അലൗഡ് ചെയ്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചത് തന്തൂരി റൊട്ടി, നാൻ, പിന്നെ റൈസ്, ജീര റൈസ്, പിന്നെ 2 ഗ്രേവി, ഒരു മട്ടൻ്റെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഗ്രേവിയും പിന്നെ ഒരു പനീറിൻ്റെ ഗ്രേവി ആയിരുന്നു. ആഹാരം നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. പക്ഷേങ്കിൽ ഇവരുടെ ആഹാരം ആയാലും ക്രാഫ്റ്റ് ആയാലും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. ആഹാരം കഴിച്ചതിന് ശേഷം എളുപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല അവിടെ, കാരണം നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ടായിരുന്നു. ഒരു ഗണേഷ് ടെമ്പിളിൽ പോകേണ്ടത് കൊണ്ട് അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അത് അടയ്ക്കും. അത് കാരണം ഞങ്ങൾ എളുപ്പം ഇറങ്ങി. എക്സ്പ്രസ് വേ ആയതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾക്ക് എത്താൻ പറ്റി. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു തവണ ഇതുപോലെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ രാത്രിയാണ് എത്തിയത്. ഒരു 10 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി 5-6 മണിക്കൂറിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 മണി ആ ടൈമിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം വേഗം തന്നെ ഞങ്ങൾ ടെമ്പിളിലോട്ട് കയറുകയാണ്.
ഇവിടെ ഒരുപാട് മങ്കികളുടെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ മങ്കി ആയിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഹായ് ഗൈസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പേടിയുണ്ടായിരുന്നു അവരങ്ങാറ്റം വന്ന് എടുത്തുകൊണ്ട് പോയാലും. കാരണം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് മങ്കികൾ വിരിക്കുന്നത് നമ്മുടെ കയ്യിലൊക്കെ ആഹാരമാണെന്നാണ്. അപ്പോൾ അവരിങ്ങനെ ഓടി അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഒത്തിരി പേടിയാവും. സവായ് മാധേപൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. രൺഥംബോർ ഫോർട്ടിലാണ് ഇത് ഉള്ളത്. ത്രിനേത്ര ഗണപതിയാണ് ഇവിടെ ഉള്ളത്. രാജസ്ഥാനിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഒരു ക്ഷേത്രമാണിത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. പ്രധാനമായിട്ടും ആളുകൾ വരുന്നത് അവരുടെ വിവാഹ ചടങ്ങുകളും കാര്യങ്ങളും നടക്കുമ്പോൾ ഭഗവാനെ ആദ്യം കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനും ആ കാർഡ് പൂജയ്ക്കായി വെക്കാനുമാണ് കൂടുതലും പേര്. ഭഗവാനെ ക്ഷണിക്കാനും കൂടിയാണ് വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് കളർ കരൗലി കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടുകയുണ്ടായി. ഇതുപോലെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ഗൈഡുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാർഗെയിനിങ് ചെയ്താൽ കുറച്ച് കുറയ്ക്കും. അപ്പോൾ നമ്മൾക്കിത് 500 രൂപ 600 രൂപയിൽ അവർ ഫുൾ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമുക്ക് അതിൻ്റെ എളുപ്പം കണ്ട് നമുക്ക് വേഗം ഇറങ്ങാനുള്ള വഴികളും അവർ പറഞ്ഞു തരും. അത് കാരണം നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ഗൈഡുകളെ എടുക്കുന്നത് നല്ലതായിരിക്കും. और सरदार मोहम्मद शाह को पता लगा कि अपन को फांसी होने वाली है, तो वहाँ से बाहर निकलता है। ओल्ड इंडिया सभी जगह घूमता है, परंतु कोई भी राजा उसको शरण की भीख नहीं देता। जब इसको पता लगा मोहम्मद शाह को कि रणथंभौर के राजा उसका पहला ध्यान है शरणागत को शरण देना। भटकता रणथंभौर आ जाता है, अमीर के द्वारा यहाँ पर शरण दे देता है। जब अलाउद्दीन खिलजी को इस बात का पता लगा कि मेरे सबसे बड़े दुश्मन को हिंदू राजा ने शरण दे दी गई है, तो यहाँ पे वो 3 लेटर है। पहला जो लेटर होता है वो होता है कि संधि का आप दोस्ती करिए। जो लेटर होता है वो होता है बैटल। अमीर के द्वारा इस बैटल के लेटर को यहाँ पर स्वीकार कर लिया। अलाउद्दीन खिलजी इस किले को 1296 के अंदर चारों तरफ से कवर करके आए। इनके जितने भी गुप्त द्वार होते हैं इनको सबको क्लोज करा दिए जाते हैं, ताकि इस किले के आदमी बाहर न जाए और अपना राष्ट्रपाल लेकर ना। पहले ये सारा राजपाट आपको दे देंगे। जो हमीर जो चौहान से जब बैटल के लिए जाते हैं, अपनी जो रानियां थे उनसे पहले बोल के आते हैं कि रिटर्न के टाइम अगर सिर के ऊपर आपको ब्लैक कलर के नजर आए, एक ही पेट से सोना ही इसका कोई उम्र नहीं अमर होता है। सामने देखिए ना बड़ा वाला झाड़, ग्रीन ग्रीन वाइट वाइट ब्रांच है। जो अभी बनाएगा जो बफर जो है ना क्राउड कम बैक्स का होगा भाई, बैक्स का देखने की के यहाँ से ഈ ഒരു ടെമ്പിളിലെത്താൻ ഒരുപാട് നടന്ന് കയറണം. തണുപ്പായതുകൊണ്ട് അത്രയും കുഴപ്പമില്ല, നമ്മൾ പിന്നെയും നടക്കാൻ പറ്റി. എന്നാലും എൻ്റെ മോള് ഇടയ്ക്ക് ടയേർഡാവുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ പിന്നെയും ഓക്കെയാണ്. പിന്നെ നമ്മൾ ഗൈഡ് എടുക്കുന്നത് നല്ലതാണ്, കാരണം അവർക്ക് ചെറിയ ചെറിയ വഴികളിലൂടെ എളുപ്പമെത്താനുള്ള വഴികളും അറിയാം. അപ്പോൾ എന്തായാലും നടന്ന് തളർന്നു. അപ്പോൾ അഥവാ സമ്മറിലാണെങ്കിൽ ആകെ വേർത്ത് നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിൻ്ററിൽ ഒരുപാട് ആൾക്കാർ ഈ സമയങ്ങളിൽ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്ന സമയം തന്നെ വിൻ്ററിലാണ്. നല്ലതാണ് നടക്കാനും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരുപാട് കല്ലുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടാവാത്തവർക്ക് എളുപ്പം വീടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പം ഞങ്ങളും വെറുതെ കല്ലൊക്കെ ആരും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ധാഗകൾ ഇങ്ങനെ ചരടുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കാർ കെട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ ഫോർട്ടാണ് ഇത്. किसी आदमी को पता नहीं रहे कि यहाँ खाता है, इस वजह से क्या है ये फोर्ट उस पर सबसे लगता है। ये अपने सामने टेम्पल है।
ഫൈനലി ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി തളർന്ന് ഗണേഷ് ടെമ്പിളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ ഒരു പാൽക്കി സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു അമ്പലത്തിൽ ഗണേഷ്ജിയുടെ ഫാമിലിയാണ് ആരാധിക്കുന്നത്. ത്രിനേത്ര ഗണപതിയാണ്, 3 കണ്ണുകളുള്ള ഗണപതി. 2 ഭാര്യമാരായ ഋദ്ധി, സിദ്ധി, 2 മക്കൾ ശുഭലഭ്, ഇവരെയാണ് ഇവിടെ ആരാധിക്കുന്നത്. എന്ത് ജീവിതത്തിലും നല്ല കാര്യം നടക്കുന്നതിന് മുന്നേ ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ ഇവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത് പൂവാണ്, മാലയും കോക്കനട്ടും പിന്നെ സ്വീറ്റ്സാണ്. അപ്പോൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇവിടുന്ന് പ്രസാദം വാങ്ങിയിട്ട് അമ്പലത്തിലേക്ക് കയറാനാണ് ഞങ്ങൾ പോകുന്നത്. പ്രാർത്ഥിച്ചതിന് ശേഷം അവർ പൂമാലയും സ്വീറ്റ്സും നമുക്ക് തിരിച്ചു തരും. അത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇനി ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ശിവജിയുടെ ഒരു ചെറിയൊരു അമ്പലം കൂടിയുണ്ട്. അത് പെട്ടെന്നൊന്നും ആരും കാണില്ല, കാരണം ഒരു സൈഡിലോട്ടായിട്ടാണിത്. അപ്പോൾ ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ശിവലിംഗമാണ് വെച്ചിരിക്കുന്നത്. അതിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചുറ്റിയിട്ട് ഇറങ്ങാം. അറൗണ്ട് ഒരു 5 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വെളിയിൽ ഇറങ്ങി. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു അമ്പലം അടയ്ക്കും. കാരണം സേഫ് അല്ല, ആനിമൽസൊക്കെ വരുന്നതാണ്, പ്രത്യേകിച്ചും ടൈഗർ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. നേരിട്ട് ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇതാണ് അനുരാഗ പാലസ്, ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പാ ആണ്, 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഒരുപാട് ടയേർഡാണ്, രാവിലെ ഇറങ്ങിയതാണ്.
ഇതാണ് നമ്മളുടെ റൂം. അച്ഛൻ്റെയും അമ്മയുടെയും തൊട്ടടുത്ത് തന്നെയാണ് റൂം. എന്തായാലും ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടിയാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബെഡ്റൂമും നല്ലതാണ്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഡിന്നർ ചെയ്യാൻ പോകും. അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് നല്ല നെറ്റിയിൽ നല്ല കുറിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചരട് നിങ്ങൾക്ക് പൂജ ചെയ്തതിന് ശേഷം കെട്ടിത്തരും. അപ്പം മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും മാരേജ് കഴിയാത്തവരാണെങ്കിൽ റൈറ്റ് ഹാൻഡിലുമാണ് കെട്ടിത്തരിക. അപ്പോൾ എന്തായാലും കാണാൻ നല്ലൊരു ഭംഗിയാണ്, റെഡ് കളർ. എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചരട്. 6:30 ആയിരുന്നു ഞങ്ങൾ റൂമിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോഴൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ അവർ ചായയും കുറച്ച് കുക്കീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഡിന്നർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ. ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ബുഫയാണ് വെച്ചിരിക്കുന്നത്. അപ്പം വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നില്ല. അപ്പം ഞങ്ങൾ കണ്ണ് കാണുന്ന എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ട്. ഡിന്നറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആകെ മൊത്തം ടയേർഡായി. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം മോർണിംഗിലും കൂടി വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മോർണിംഗിൽ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇവിടെ 8 മണി ആയിട്ടുണ്ട്. ചായ ഓർഡർ ചെയ്തായിരുന്നു. ഇവിടെ നല്ല മസാല ടീ കിട്ടും. അപ്പോൾ അത് വന്നിട്ടുണ്ട്. വേഗം ഇനി അത് കുടിച്ചിട്ട് വേഗം റെഡി ആവണം. 10 മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യും റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ എന്തായാലും ഇനി വേഗം റെഡി ആയിട്ട് പോവാണ്. പിന്നെ ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്.
അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ബുഫേ ആണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആഹാരങ്ങളെന്ന് നോക്കട്ടെ. ഞാനെപ്പോഴും നല്ലൊരു സ്ട്രോബെറി ഷേക്ക് എടുത്തു. അപ്പോൾ ആ ഒരു ദോശയാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ പാവ് ഭാജി എടുത്തു. എനിക്ക് പാവ് ഭാജി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഒരു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കൊണ്ടുവരും. ഇത് ആലുവിൻ്റെ പൊറോട്ടയാണ്. അപ്പം നല്ല ചൂടോടുകൂടി നല്ല ഫ്രഷ് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ ആഹാരമൊക്കെ സൂപ്പർബായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല കാര്യമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് റൂമിൽ പോകും. ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ബാക്കി പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും.
ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് ഓടിപ്പോയതാണ്, പ്രോപ്പർ റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇതുപോലുള്ള ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജീൻസ് വാങ്ങിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വയറ് കുറച്ച് കാണും. പിന്നെ എനിക്ക് വലിയ വയറില്ല, എനിക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ടാവാം. അപ്പോൾ വണ്ണമുള്ളവർ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജീൻസ് ഉപയോഗിക്കുക. പിന്നെ എനിക്ക് നല്ല തണുപ്പാണ്, ഒരു ജാക്കറ്റും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്, ഒരു ബ്ലാക്ക് ജീൻസും ഒരു ടീഷർട്ടും ഈ ഒരു ജാക്കറ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ ഫാമിലിയുടെയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ളൊരു ഹൈവേ കിട്ടിയിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്നത് നഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഓടിക്കാൻ പറഞ്ഞതുകൊണ്ടൊന്ന് ഓടിച്ച് നോക്കിയാണ്, നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.